മാളികപ്പുറത്തെ നാഗദേവതമാർ എന്താണെന്ന് നമുക്ക് ഇന്നൊന്ന് പര്യാലോചിക്കാം. ഒരു അയ്യപ്പൻ ശബരിമല യാത്രയിൽ പോകുമ്പോൾ കാണുന്നതാണ് നാഗദേവതമാർ. നാഗദേവതമാർ എന്താണ് എന്നതിനെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ നാഗദേവതമാർ എന്തിൻ്റെ ചിഹ്നങ്ങളാണ്? നാഗം, സർപ്പം ഇവയൊക്കെ എന്തിൻ്റെയാണ് ചിഹ്നമായി വരുന്നത്? നമുക്കറിയാം, ഇന്ന് ഡോക്ടർമാരുടെ ചിഹ്നമായി വരുന്ന, അവരുടെ ഒരു ചിഹ്നമായി നാം കാണുന്നതാണ് ഒരു വടിയും രണ്ട് പാമ്പുകളും. അത് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് ഈ വടിയും പാമ്പും? എന്താണ് പാമ്പുകൾ? ഭാരതീയ തന്ത്രശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ സുഷുമ്നയും അതിനപ്പുറത്തും ഇപ്പുറത്തുമായി വലത്തും ഇടത്തുമായി ഇടയും പിങ്കളയും എന്നിങ്ങനെ രണ്ട് നാഡികൾ കൂടിയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ 3 നാഡികൾ, ഇട, പിങ്കള, സുഷുമ്ന എന്നിങ്ങനെ. മൂലാധാരത്തിൽ ഒരു 3.5 ചുറ്റുള്ള പാമ്പും ഉണ്ട്. ഈ 3.5 ചുറ്റുള്ള പാമ്പിനെയാണ് നമ്മുടെ ജീവശക്തിയായി ചിത്രീകരിക്കുന്നത്. പണ്ട് മുത്തശ്ശിമാര് പറയാറുണ്ട്, കഥയായിട്ട് പറയുന്ന ഒരു കഥയുണ്ട്. ഒരു പാമ്പ്, ഒരു സർപ്പം ഒരു കരിക്കട്ട ഊതി ഊതി പാമ്പാക്കി, ഒരു മാണിക്യമാക്കി. അങ്ങനെ മാണിക്യം മുകളിലോട്ട് പറന്നുപോയി. അതിനെ വീണ്ടും ആ സർപ്പം പിടിച്ചു കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്ന കഥകളുണ്ട്. എന്താണ് ഈ കഥയുടെ സാരം? ഒരു സാധാരണ യോഗി പ്രാണായാമത്തിലൂടെ എന്ന ശ്വാസോച്ഛ്വാസത്തിലൂടെ ഊതി ഊതിയിട്ട് സ്വന്തം ഉള്ളിലുള്ള ജീവശക്തിയെ മാണിക്യമാക്കി മാറ്റും. അങ്ങനെ സ്വന്തം ശരീരത്തിലെ കരിക്കട്ടയെ മാണിക്യമാക്കി മാറ്റുന്നവരാണ് യോഗികൾ. അങ്ങനെ അവരുടെ ഉള്ളിൽ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ 3.5 ചുറ്റുള്ള പാമ്പിനെ ഉയർത്തിക്കൊണ്ടുവരിക, സുഷുമ്നയിലൂടെ അത് മുകളിലേക്ക് കൊണ്ടുപോവുക എന്ന ആ ഒരു വലിയ തത്വത്തെയാണ് നാഗം എന്ന സങ്കല്പം കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ സങ്കല്പം വളരെ പ്രധാനപ്പെട്ട സങ്കല്പമാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ 3.5 ചുറ്റുള്ള പാമ്പുണ്ട്. ആ പാമ്പിനെ, ആ സർപ്പത്തെ സാക്ഷാത്കരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയുമാണ്. അതിനെ സാക്ഷാത്കരിക്കുന്നതിന് ഏറ്റവും ഉചിതമായ മാർഗം പ്രാണായാമമാണ്. എന്നാൽ നാമം ജപിക്കുന്നതിലൂടെ, സ്വാമിയേ ശരണമയ്യപ്പ എന്നിങ്ങനെയുള്ള നാമജപങ്ങളിലൂടെ പ്രാണാപാനന്മാരെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇങ്ങനെ പ്രാണാപാനന്മാരെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ അതും നമ്മളെ ഉള്ളിലുള്ള മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന 3.5 ചുറ്റുള്ള പാമ്പിനെ, സർപ്പത്തെ ഉയർത്താൻ സാധിക്കും. അതിനുള്ള കെൽപ്പുണ്ട്. അതാണ് നാഗദേവതമാർ യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള സർപ്പശക്തിയെയാണ് കാണിക്കുന്നത്. ആ സർപ്പശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീവചൈതന്യമാണ്. ആ ജീവചൈതന്യത്തെക്കുറിച്ചുള്ള ബോധമാണ് ഈ നാഗകന്യകമാരിലൂടെ നാം കാണുന്നത്. ഇതേപോലെ സർപ്പത്തിന്റെ പ്രതിഷ്ഠ ഈ അയ്യപ്പന്മാർ ഇനിയുള്ള നാളുകളിൽ അങ്ങോട്ട് പല സ്ഥലങ്ങളിലും കാണും. ആ സമയത്തൊക്കെ എന്താണ് ഈ സർപ്പപ്രതിഷ്ഠ എന്ന് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം അവിടെയെല്ലാം ചെല്ലുന്ന സമയത്ത് കേവലം ഒരു സർപ്പത്തിന്റെ പ്രതിഷ്ഠ മാത്രമല്ല അത്, മറിച്ച് നമ്മളെ ഉള്ളിലുള്ള ജീവശക്തിയെ സാക്ഷാത്കരിച്ച നമ്മുടെ പൂർവ്വസൂരികളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ സർപ്പപ്രതിഷ്ഠ എന്ന് മറക്കരുത്. നാം ചിന്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മളെ മുമ്പിലിരിക്കുന്ന സർപ്പപ്രതിഷ്ഠ യഥാർത്ഥത്തിൽ നമ്മുടെ പഴയ പൂർവ്വസൂരികളായ യോഗികൾ ഈ സർപ്പശക്തിയെ സാക്ഷാത്കരിച്ചതിൻ്റെ ചിഹ്നമാണ്. ആ ചിഹ്നം നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു സുഷുമ്നയും അതേപോലെ തന്നെ ഇടയും പിങ്കളയും. ഈ ഇട പിങ്കള നാഡികൾക്കിടയിലുള്ള സുഷുമ്നയിലൂടെ ജീവചൈതന്യത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെയുമൊക്കെ ആവശ്യകത നമ്മോട് പറയുകയാണ് ഈ സർപ്പത്തിന്റെ ചിത്രം. അങ്ങനെ നമ്മൾ സർപ്പ ചൈതന്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് നമ്മോട് ഉപദേശിക്കുകയാണ് നാഗദേവ.